നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ്. ഇന്ന് കൂടുതൽ ആൾക്കാരെയും ബുദ്ധിമുട്ടുന്ന 3 അസുഖങ്ങളാണ് പൈൽസ്, ഫിസ്റ്റുല ആൻഡ് ഫിഷർ. ഇതിൻ്റെ മൂന്നിൻ്റെയും ചികിത്സാ വിധികളും ഡിഫറൻ്റ് ആണ്. നമുക്ക് ഏറ്റവും കോമണായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് പൈൽസ് അഥവാ ഹെമറോയിഡൽസ്. പൈൽസിൻ്റെ രോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധത്തോടു കൂടിയ ബ്ലീഡിങ്. ഇത് വേദനരഹിതമായിരിക്കും കൂടുതൽ സമയവും. അപൂർവങ്ങളായി മാത്രമേ അത് വേദനയോട് കൂടിയുള്ള ബ്ലീഡിംഗ് ആയിട്ട് വരുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ മലദ്വാരത്തിനുള്ളിൽ നിന്ന് ഒരു മാംസപിണ്ഡം വെളിയിലോട്ട് ഇറങ്ങി വരുന്നതും കാണാറുണ്ട്. ഇതാണ് പൈൽസിൻ്റെ ഏറ്റവും കൂടുതൽ. ഇത് ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫിഷറാണ്. ഫിഷർ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു അസുഖമാണ്. മലശോധന നടത്തുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മോശം പോകുന്ന സ്ഥലത്ത് വളരെയധികം നീറ്റലും എരിച്ചിലും ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ് ഫിഷറിൻ്റെത്. അടുത്തതാണ് ഫിസ്റ്റുല. ഒരു ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്മെൻറ്റ് ഫോർ ദ പേഷ്യൻറ്റ്, ഫോർ ദ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഫിസ്റ്റുല ഇൻ ഏനോ. എന്താണ് ഫിസ്റ്റുലയുടെ കാരണം? ഫിസ്റ്റുല ഉണ്ടാവുന്നത് മലദ്വാരവും നമ്മുടെ സ്കിന്നുമായി ഒരു കനാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. ഈ കമ്മ്യൂണിക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൻ്റെ സിംറ്റംസ് പേഷ്യൻസിന് അറിയാൻ പറ്റത്തുള്ളൂ. വേദനയും പൊട്ടിപ്പഴുപ്പ് വരുന്നതുമാണ് ഫിസ്റ്റുലയുടെ സിംറ്റംസ്. ബട്ട് ഫിസ്റ്റുലസ് ട്രാക്റ്റ് ആക്റ്റീവ് അല്ലാത്ത സ്റ്റേജിൽ അവിടെ ചെറിയ സെക്രീഷൻസ് മാത്രമേ കാണത്തുള്ളൂ. ഒരു തടിപ്പായിട്ട് മാത്രം മലദ്വാരത്തിൻ്റെ അറ്റത്തല്ല, കുറച്ച് അകലെയായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തികച്ചും ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ 3 അസുഖങ്ങൾ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും ഡിഫറൻ്റ് ആണ്. പൈൽസിൻ്റെയും ഫിഷറിൻ്റെയും ഫിസ്റ്റുലയുടെയും ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ളത് ലേസർ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റേപ്ലർ ഹെമറോഡോപെക്സി, അതേപോലെ തന്നെ വാഫ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഫിസ്റ്റുലയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസറും വാഫ്റ്റും ഉള്ളത്. പൈൽസിന് വേണ്ടി സ്റ്റേപ്ലർ ഹെമറോഡോപെക്സി, ലേസർ ഹെമറോഡോപെക്സി ഉണ്ട്. ഫിഷറിന് നമുക്ക് ലാറ്ററൽ ഇൻറ്റേർണൽ സ്പിൻഡറോട്ടമിയാണുള്ളത്. ഇത് ചികിത്സാ വിധികൾ കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ 95% നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും.